ഒരു ഉന്നത IPS ഉദ്യോഗസ്ഥനെ വീട്ടുജോലിക്കാരിയായി രഹസ്യമായി ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്തായിരിക്കും? അതൊരു വ്യക്തിപരമായ പകപോക്കലായിരുന്നോ? അതോ നിസ്സഹായരെ രക്ഷിക്കാനുള്ള ധീരമായ ദൗത്യമായിരുന്നോ? ഇത് കെട്ടുകഥയല്ല, നീതിക്കുവേണ്ടി എല്ലാം പണയപ്പെടുത്തിയ ഒരു നിർഭയ സ്ത്രീയുടെ യഥാർത്ഥ കഥയാണിത്. നീതി നടപ്പാക്കാൻ ഒരാൾ എത്രത്തോളം മുന്നോട്ടു പോകുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അലങ്കരിച്ച ഒരു IPS ഉദ്യോഗസ്ഥ ഒരു വേലക്കാരിയുടെ വേഷം ധരിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം. ധൈര്യം എപ്പോഴും യൂണിഫോമിൽ വരുന്നില്ലെന്ന് തെളിയിച്ച ഒരു നിർഭയ സ്ത്രീയായ IPS ഓഫീസർ മീര ശർമ്മയുടെ അവിശ്വസനീയമായ യഥാർത്ഥ കഥയാണിത്. ചിലപ്പോൾ അത് കോട്ടൺ സാരിയിൽ പൊതിഞ്ഞ് ഒരു മോപ്പ് പിടിച്ചുകൊണ്ടുവരും. ജീവിതം സാധാരണമാണെന്ന് തോന്നിയ ഒരു ശാന്തമായ നഗരത്തിലായിരുന്നു ഇതെല്ലാം ആരംഭിച്ചത്. അങ്ങനെയല്ലായിരുന്നു. ദരിദ്ര പ്രദേശങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾ ഒന്നൊന്നായി അപ്രത്യക്ഷരാകാൻ തുടങ്ങി. മാതാപിതാക്കൾ സഹായത്തിനായി നിലവിളിച്ചു, സമൂഹങ്ങൾ ഭയപ്പെട്ടു. എന്നിട്ടും ഉത്തരങ്ങളൊന്നുമില്ല, സൂചനകളൊന്നുമില്ല, സംശയിക്കപ്പെടുന്നവരില്ല. ഓരോ കേസും ഒരു അന്ത്യത്തിലേക്ക് നയിച്ചു. സ്വഭാവത്തിനും രഹസ്യങ്ങൾക്കും പേരുകേട്ട ഒരു ധനികനും ശക്തനുമായ ബിസിനസ്സുകാരൻ എന്ന പേര് ഒഴികെ. എന്നാൽ പണവും അധികാരവും മതിലുകൾ സൃഷ്ടിക്കുന്നു, നിയമം പോലും തകർക്കാൻ പാടുപെടുന്ന മതിലുകൾ. നിശബ്ദതയിൽ നിരാശയായും സത്യത്തിലേക്ക് എത്താൻ ദൃഢനിശ്ചയം ചെയ്തും ഓഫീസർ മീര ഒരു സമൂലമായ പദ്ധതി ആവിഷ്കരിച്ചു. അവൾ സ്വയം ആ മാളികയിലേക്ക് നുഴഞ്ഞുകയറും. ഒരു ബാഡ്ജ് ധരിച്ചല്ല, മറിച്ച് വേഷം മാറി. അവളുടെ പരിവർത്തനം പൂർണ്ണമായിരുന്നു. അവൾ ഒരു പുതിയ പേർ സ്വീകരിച്ചു, മങ്ങിയ വസ്ത്രങ്ങൾ ധരിച്ചു, മറ്റു വീട്ടുജോലിക്കാരിയെപ്പോലെ ഇണങ്ങിച്ചേരാൻ സ്വയം പരിശീലിച്ചു. അവളുടെ ടീമിന് പോലും എല്ലാ വിശദാംശങ്ങളും അറിയില്ലായിരുന്നു, കാരണം അപകടസാധ്യതകൾ വളരെ കൂടുതലായിരുന്നു. ഒരു തെറ്റ് അവൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന പെൺകുട്ടികളെപ്പോലെ ഒരു തുമ്പും കൂടാതെ നഷ്ടപ്പെടാം. 6 നീണ്ട ദിവസത്തേക്ക് മീര ആഡംബര വീടിനുള്ളിൽ ഒരു വേലക്കാരിയായി ജോലി ചെയ്തു. തറ വൃത്തിയാക്കൽ, ഭക്ഷണം പാചകം ചെയ്യൽ, അപകടകരമാണെന്ന് അറിയാവുന്ന പുരുഷന്മാർക്ക് ഭക്ഷണം വിളമ്പ്. പക്ഷേ അവൾ എല്ലാം നിരീക്ഷിച്ചു. മറഞ്ഞിരിക്കുന്ന മുറികൾ, സംശയാസ്പദമായ ചലനങ്ങൾ, കോഡിലുള്ള സംഭാഷണങ്ങൾ. പിന്നെ അവൾ അത് കണ്ടു, ഒരു പിൻമുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഭയന്ന പെൺകുട്ടി. അവളുടെ ഹൃദയം തകർന്നു. പക്ഷേ അവൾക്ക് ഇതുവരെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് തെളിവ് ആവശ്യമായിരുന്നു. അങ്ങനെ അവൾ ഒരു പൂച്ചട്ടിയിൽ ഒരു ചെറിയ ക്യാമറ ഒളിപ്പിച്ചു. അവളുടെ കണങ്കാലിൽ ഒരു വോയിസ് റെക്കോർഡർ. എക്സിറ്റുകൾ, മുറികൾ, പാറ്റേണുകൾ എന്നിവ ശ്രദ്ധിച്ചുകൊണ്ട് അവൾ മാളികയെ മാനസികമായി മാപ്പ് ചെയ്തു. 7-ാം രാത്രിയിൽ അവൾക്ക് ആവശ്യമായതെല്ലാം ഉണ്ടായിരുന്നു: ഫോട്ടോകൾ, റെക്കോർഡിംഗുകൾ, നിയമവിരുദ്ധ ശൃംഖലയുടെ വിശദാംശങ്ങൾ. വിറയ്ക്കുന്ന കൈകളോടെയും ശക്തമായ ഹൃദയത്തോടെയും അവൾ തന്റെ സംഘത്തിന് ഒരൊറ്റ കോഡ് സന്ദേശം അയച്ചു: ഓപ്പറേഷൻ ഗ്രീൻ ലൈറ്റ്. മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് ആ സ്ഥലം മുഴുവൻ വളഞ്ഞു. തുടർന്ന് നടന്നത് ഒരു നാടകീയമായ രക്ഷാപ്രവർത്തനമായിരുന്നു. 7 പെൺകുട്ടികളെ ഭയാനകമായ ഒരു വിധിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. 3 അറസ്റ്റുകൾ നടന്നു. ഒരു ശക്തനായ മനുഷ്യന്റെ മുഖംമൂടി ഒടുവിൽ അഴിച്ചുമാറ്റി. ഓഫീസർ മീര ഒരു വേലക്കാരിയായിട്ടല്ല, ഒരു യോദ്ധാവായി ഉയർന്നുവന്നു. അവരുടെ ധൈര്യം മാധ്യമങ്ങളെ അമ്പരപ്പിച്ചു. അവരുടെ പ്രവൃത്തികൾ ദേശീയ വാർത്തയായി. പക്ഷേ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എന്റെ കടമ ചെയ്തു. അതിൽ കൂടുതലൊന്നുമില്ല. എന്നാൽ ആ കുടുംബങ്ങൾക്ക് അവർ വെറുമൊരു പോലീസ് ഉദ്യോഗസ്ഥ എന്നതിലുപരിയായി മാറി. അവർ അവരുടെ രക്ഷകയായി. ഈ കഥ കുറ്റകൃത്യത്തെയും നീതിയെയും കുറിച്ചുള്ളത് മാത്രമല്ല, പരിധികൾക്കപ്പുറം, ആശ്വാസത്തിനപ്പുറം, ഭയത്തിനപ്പുറം പോകാൻ ധൈര്യപ്പെട്ട ഒരു സ്ത്രീയുടെ ശക്തിയെക്കുറിച്ചാണ് ഇത്. അവൾ കവചം ധരിച്ചിരുന്നില്ല, അവൾ വളകൾ ധരിച്ചിരുന്നു. അവൾ തോക്ക് എടുത്തിരുന്നില്ല, അവൾ സത്യം വഹിച്ചു. ആ സത്യം ഉപയോഗിച്ച് അവൾ നുണകളുടെ ഒരു കോട്ട തകർത്തു. അപ്പോൾ അടുത്ത തവണ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുമ്പോൾ ഒരാൾക്ക് എന്ത് വ്യത്യാസം വരുത്താൻ കഴിയും? കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാൻ ഒരു മാളിക വൃത്തിയാക്കിയ സ്ത്രീയായ IPS ഓഫീസർ മീരയുടെ കഥ അവരോട് പറയുക. യഥാർത്ഥ ശക്തി എങ്ങനെയിരിക്കുമെന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ചു. ചിലപ്പോൾ യഥാർത്ഥ ധൈര്യം ഏറ്റവും അപ്രതീക്ഷിതമായ വേഷങ്ങളിൽ ഒളിഞ്ഞിരിക്കും. ഈ കഥ നിങ്ങൾക്ക് പ്രചോദനം നൽകിയെങ്കിൽ, സത്യം കെട്ടുകഥയേക്കാൾ വിചിത്രമാണെന്ന് തെളിയിക്കുന്ന കൂടുതൽ യഥാർത്ഥ ജീവിത കഥകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നീതിക്കുവേണ്ടി എല്ലാം പണയപ്പെടുത്തേണ്ടി വന്നാൽ നിങ്ങൾ എന്തു ചെയ്യും? അടുത്ത കഥയിൽ കാണാം.